മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാരയിൽ സുരക്ഷാ സേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. 2 സൈനികർക്ക് വീരമൃത്യു. സൈന്യം 2 ഭീകരരെ വധിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? ഹരിത, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കശ്മീരിൽ വിവിധയിടങ്ങളിൽ പൂഞ്ചിലും രജൌരി ജില്ലയിലും അടക്കം ഭീകരാക്രമണങ്ങൾ വളരെയധികം ഒരുപക്ഷെ അപകടകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളെ സുരക്ഷാ വീഴ്ചയായി തന്നെ കാണേണ്ടതുണ്ട്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇന്നലെ വൈകിട്ട് ഒരു 3:30ക്കും 4 മണിയോടും കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. 4 സൈനികർക്ക് പരിക്കേൽക്കുകയും 2 സൈനികർ ഈ ഏറ്റുമുട്ടലിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തു. സുബേദാറായിട്ടുള്ള വിപിൻ കുമാർ, അതുപോലെ തന്നെ സിപായി അരവിന്ദ് സിംഗ് എന്നിവരാണ് ഇന്നലെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. അവർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇവർക്ക് ഇന്റലിജൻസ് ഗ്രൂപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവിടെ ചാത്രോ മേഖലയിൽ കിഷ്ത്വാർ ജില്ലയിലെ തന്നെ ചാത്രോ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 3 ഭീകരർ ഒളിച്ചു താമസിക്കുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടിനകത്ത് ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജമ്മു കശ്മീർ പോലീസിനോടൊപ്പം ചേർന്ന് ജമ്മു കശ്മീർ പോലീസും ഇന്ത്യൻ സേനാ വിഭാഗത്തിൻ്റെ വൈറ്റ് നൈറ്റ് കോർപ്സ് എന്ന ബറ്റാലിയൻ, ഇത് ഇന്ത്യൻ സൈന്യത്തിന് തന്നെ മറ്റൊരു വിഭാഗമാണ്. വൈറ്റ് നൈറ്റ് കോർപ്സും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി പുറപ്പെട്ടത്. കുറേ ദിവസങ്ങളായി ഇവർ ജമ്മു കശ്മീർ പോലീസും വൈറ്റ് നൈറ്റ് കോർപ്സും സംയുക്തമായി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പൂഞ്ചിലും ഒരു ആക്രമണം നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ ആക്രമണം. ഇന്റലിജൻസിൽ നിന്ന് ലഭിച്ച വൈറ്റ് കോർപ്സിന് ലഭിച്ച വിവരം അനുസരിച്ചാണ് ഇവർ ഭീകരരുള്ള സ്ഥലത്തേക്ക് പോയത്. അവിടെ ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഇവർ വളരെ അപ്രതീക്ഷിതമായി ഓട്ടോമാറ്റിക് ഗണ്ണുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ആ വെടിവയ്പിൽ 4 പേർക്കും പരിക്കേൽക്കുകയും 2 പേർ അപ്പോൾ തന്നെ തൽക്ഷണം കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ഇന്ന് പുലർച്ചെ വരെയും തുടർന്നിട്ടുണ്ടായിരുന്നു. ഭീകരരെ വധിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഭീകരാക്രമണത്തിനെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ചെറിയൊരു സുരക്ഷാ വീഴ്ചയായോ അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമായോ മാത്രം കാണാൻ കഴിയില്ല. കാരണം ഇന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണങ്ങൾക്കും റാലികൾക്കുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ എത്തുന്ന ദിവസമാണ് ഇന്ന്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയും ഇന്നും നടക്കുന്ന നിരവധി റാലികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സമുന്നതരായ ചില നേതാക്കൾ അവിടെയുള്ളവർ, അപ്പോൾ രാഷ്ട്രീയപരമായ അധികാരത്തിലുള്ളവർ അവിടെ ഉള്ളപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നത് ഇതിൻ്റെ സുരക്ഷാപരമായ ആശങ്കകൾ വർദ്ധിക്കുന്നതാണ്. ഈ ആക്രമണം ഉണ്ടായ ജില്ലയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള ദോഡ ജില്ലയിലെ അല്ലെങ്കിൽ ചനാബ് താഴ്വരയിലാണ് ഈ ആക്രമണം നടന്ന സ്ഥലത്ത് ആണ് നരേന്ദ്രമോദി ഇന്ന് തൻ്റെ റാലിയിൽ പ്രസംഗിക്കാനായി എത്തുന്നത് എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെയാണ് ഈ ഒരു ആക്രമണങ്ങൾ ഇത്രയധികം രൂക്ഷമായിരിക്കുന്നത്. ഇനി വരുന്ന 18-ാം തീയതി, ഏതാണ്ട് വെറും 4 ദിവസങ്ങൾക്കപ്പുറം അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടം നടക്കാനിരിക്കുകയാണ്. ഈ പറഞ്ഞ ചാത്രൂ മേഖല ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കിഷ്ത്വാർ ഉൾപ്പെടുന്ന ജില്ലകൾ അടക്കം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ദിവസം കഴിഞ്ഞാൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അവിടെ ഇത്തരത്തിലൊരു വെടിവയ്പ് ഉണ്ടാകുന്നതും ഇന്ത്യൻ സുരക്ഷാ വിഭാഗത്തിൻ്റെ 2 പേർ കൊല്ലപ്പെടുന്നതും എന്നത് വളരെ വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. ഹരിത. ശരി, അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.